ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് ഈ ഒരു ചെറിയ പുട്ടുണ്ടാക്കുന്ന ആവിപാത്രം കൊണ്ട് നമുക്ക് വീട്ടിലുള്ള അടുക്കളയിൽ സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ടിപ്പുകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റുകളാണ്, അതും അംഗങ്ങളൊക്കെ കുറവുള്ളവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് വലിയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കിക്കോളൂ, ഒട്ടും തന്നെ സമയം കളയേണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, അതായത് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി തട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്കോ രണ്ടുപേരൊക്കെ ആയിട്ടൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടില്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയ നൈസായിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത്, വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഒന്ന് നനച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ്. ഇനി അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്കാക്കി മടക്കി വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൻ്റെ മുകളിലായിട്ട് ആവി വരുന്നതിനനുസരിച്ചിട്ട്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കുക്കറിൽ നമുക്ക് എന്തെങ്കിലും വേവിക്കാനുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ ആവി കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ. അങ്ങനെ ഇഡ്ഡലി 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് അതിൽ നിന്ന് തന്നെ അവിയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി കഴിയുമ്പോഴാണ് ശരിക്കും ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഇനി ഞാനത് ക്ലോത്തിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരെണ്ണം തന്നെ കഴിച്ചാൽ മതിയാകും വയറ് നിറയാനായിട്ട്. അപ്പോൾ ഇനി ഈ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചട്നി കൂടി ഉണ്ടാക്കാം ഇതിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ക്ലോത്ത് തന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2 പീസ് സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഒരു സവാളയുടെ പകുതി 2ആയി കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ. ഉണക്കമുളകാണെങ്കിൽ ഒരു 2ഓ 3ഓ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് മതിയാകും ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടാനായിട്ട്. ഇനി ഇത് വാടിയ തക്കാളി നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ആ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. സാധാരണ തക്കാളിയൊക്കെ തീയൊക്കെ കത്തിച്ച് നന്നായിട്ട് എണ്ണയിൽ വഴറ്റി അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാറാണ് പതിവ്. ഇതുപോലെ ആവിയിൽ കയറ്റി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ജോലിഭാരം കുറയുകയും ചെയ്യും, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്, വെള്ളം ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ പരിപാടി. തേങ്ങയൊന്നും ചേർക്കാത്ത ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ സ്പെഷ്യൽ ടൊമാറ്റോ ചട്നിയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ബ്രെഡ്, ചപ്പാത്തി, അതുപോലെ രാവിലെ വെച്ചിട്ടുള്ള ദോശ, ഇഡ്ഡലി, ഇതെല്ലാം നമ്മൾ ഡിന്നറിനൊക്കെ കഴിക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ചപ്പാത്തിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ കുട്ടികൾക്കൊക്കെ ഈവനിങ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക. ബ്രെഡ് അപ്പോൾ ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്, അത് 1 മിനിറ്റ് മതിയാകും കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ബ്രെഡിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ മുട്ട റെഡിയാക്കി എടുക്കുകയാണ്.
2 മുട്ട ഞാൻ ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 7 മുതൽ 9 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ആവി കയറ്റിയെടുത്ത മുട്ടയാണ് കാണുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് അത് തണുത്തതിന് ശേഷം പൊളിച്ചെടുക്കാം. ആ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ബ്രോക്കലിയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഇതുപോലെ എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസും നമുക്കിതുപോലെ ആവി കയറ്റിയെടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ബ്രോക്കലി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 മുതൽ 6 മിനിറ്റ് വരെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഇതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുട്ട ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തോലൊലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ള മുട്ട തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആവി കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതിൽ നിന്നും പൊട്ടിയോ ഒലിക്കത്തൊന്നുമില്ല. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഉള്ളിൽ ഉണ്ണിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെയാണ് മുട്ട പുഴുങ്ങിയെടുത്തത്, അതും വെള്ളത്തിലിട്ടൊന്നും വാട്ടിയെടുക്കാതെ. ഇനി ആ ബ്രോക്കലി കൂടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ജോലിഭാരം തോന്നത്തില്ല. അതേപോലെ വലിയ വലിയ പാത്രങ്ങളെടുത്ത് കഴുകി വെക്കണം എന്നുള്ള ടെൻഷനും വേണ്ട. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെന്തായാലും പുട്ടുകുറ്റി എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. ആ ആവി പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അവസാനമായിട്ട് കുറച്ച് പെപ്പർ പൗഡറും സോൾട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒരു നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാനും ഡിന്നറിനായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആപ്പിളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ്സ് ഒരു 4 എണ്ണം ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ആവി കയറ്റണം എന്നില്ല, കാരണം ഇത് നല്ല സോഫ്റ്റാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 2 മിനിറ്റാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ നല്ല കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്ലെൻഡറിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡേറ്റ്സ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കി നോക്കുക. ഏത് തരം സ്മൂത്തി ആണെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് ആവി കയറ്റിയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇന്നിപ്പോൾ പുട്ടിൻ്റെ ആവി പാത്രം കൊണ്ട് ഇന്നുണ്ടാക്കിയ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുപോലുള്ള റെസിപ്പീസ് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.